ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിലൊരു പീസ് മതി ഒരാൾക്ക് വയറ് നിറയാനായിട്ട്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 250 ഗ്രാം അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് പരുവത്തിലാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ആദ്യമേ തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഈ മാവ് കുറച്ച് കട്ടിയിൽ കുറുകിയാണ് ഇരിക്കേണ്ടത്, ഒരുപാട് വെള്ളം ആവരുത്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിൻ്റെ പരുവം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇതുപോലെ കയ്യിലുകൊണ്ട് കോരിയെടുക്കുമ്പോൾ ഇത്രയും കട്ടിയായിട്ട് വേണം മാവിരിക്കാൻ. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മുട്ട നന്നായിട്ട് ഈ ഒരു രീതിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഇനി ഒരു കാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ കാബേജ് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഒരു 1/4 ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ലോണം പൊടിയാക്കി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം കൈവച്ച് ഇതുപോലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നേരത്തെ ഇളക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 3 പച്ചമുളകും 2 തക്കാളിയും 1 സബോളയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 100 ഗ്രാം അളവിൽ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസ് ഉണ്ടാക്കി അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഒരു നുള്ള് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഒരു നുള്ള് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഈ കിഴങ്ങ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു കിഴങ്ങ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. എന്നിട്ട് 1-2 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഉറച്ച പോലെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പാച്ച് വെച്ചൊന്ന് ഇത് കറക്റ്റാക്കി കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഓരോന്നായി വെച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ 3/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി 1/4 ഭാഗം കൂടെ വേവിച്ചെടുക്കാൻ വേണ്ടി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം.
ഈ ഒരു പാനിൽ തന്നെ ഇത് മറിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വേറെ ചപ്പാത്തി കല്ല് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം ഇനി ഈ ഒരു ഭാഗം കൂടെ വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇത് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് ഏത് നേരത്ത് വേണമെങ്കിലും കഴിക്കാം. ഇനി ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു റെസിപ്പിയുടെ ഉൾഭാഗമൊക്കെ വെന്ത് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.